ഇതൊരു പറയുമ്പം ഒരു കാര്യം കൂടെ പ്രത്യേകം ഉള്ളത് ഞാൻ നിങ്ങളൊരു ഹിറ്റ് കോംബോ കൂടെ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. എനിക്കൊന്ന് മന്ദാകിനിക്ക് ശേഷം കുറച്ച് ടൈമിന് ശേഷം വരുന്നതാണ്. അപ്പോൾ അതിൽ ഓഡിയൻസിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ പടം എടുക്കാനുള്ള 2 കാരണങ്ങളിൽ ഒന്ന് അൽത്താഫ് കണ്ടു എന്നുള്ളതായിരുന്നു. പിന്നെ രണ്ടാമത് ഉറപ്പായിട്ടും ആദ്യം തന്നെ സതീഷ് ചേട്ടൻ എന്നോട് കഥ പറയാൻ വന്നപ്പോൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. ആദ്യത്തെ കേൾവി തന്നെ ഞാൻ കുറേ ചിരിച്ചു. ആൻഡ് ഐ വാസ് ഷുവർ ഞാൻ ഈ പടം ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് തന്നെയായിരുന്നു സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. പിന്നെ മന്ദാകിനിയിൽ നിന്ന് നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. ഞങ്ങളുടെ ഈ കോംബോ വർക്കായി എന്ന് എനിക്ക് പലയിടത്തുനിന്നും അറിയാൻ സാധിച്ചിരുന്നു. ആൻഡ് എല്ലാവർക്കും ആ പടവും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ മൂഡിലുള്ള ഒരു പടമാണ് ഇതും. അപ്പോൾ ഇതും അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പടം തന്നെയാണ്. വളരെ കുറേ തമാശയുള്ള രസമുള്ളൊരു സബ്ജക്റ്റാണ്. ഇത്ര ഉള്ളു. പിന്നെ അൽത്താഫിനോട് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോമോനോട് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് നിങ്ങൾ കോമ്പിനേഷൻ സീൻസിലുണ്ടായിരുന്നില്ല? ജോമോൻ്റെ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. നല്ല ഭയങ്കര എന്താ പറയുക, നമ്മുടെ കൂടെയുള്ള ഒരാളെ പോലെ, എൻ്റെ കൂടെയൊക്കെ പഠിച്ച ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ജോമോൻ്റെ. ഇറ്റ് ഈസ് വെരി നൈസ് വർക്കിംഗ് വിത്തും. അതായത് നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പം യൂഷ്വലി എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. പക്ഷെ ഇത് ഭയങ്കര ചില്ലായിരുന്നു, ഭയങ്കര കൂളായിരുന്നു. കാര്യം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. എല്ലാവരുമായിട്ട് നമുക്ക് സിങ്ക് ആവാൻ പറ്റി. ക്രൂവിലുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ അതേ വേവ് ലെങ്താണ്. സോ എവറിത്തിങ് വെന്റ് വെൽ. അദ്ദേഹമായിട്ട് ഉണ്ണിയേട്ടനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോമ്പോ ഉണ്ടായിരുന്നോ? ഇല്ല അൽത്താഫിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉണ്ണിയേട്ടൻ സച്ച് എ ചാം. പുള്ളി ഭയങ്കര ആക്റ്റീവാണ്, എനർജറ്റിക് ആണ്. ഉണ്ണിയേട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് ഉണ്ണിയേട്ടൻ ജോമോനും അൽത്താഫും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരുമിച്ച് നോക്കണം. ജസ്റ്റ് ഒന്ന് അൽത്താഫ, നിങ്ങൾ തമ്മിൽ കോമ്പോ ഉണ്ടായിരുന്നില്ല? എങ്ങനെ ഉണ്ടായിരുന്നു ലാംഗ്വേജ്? ഇല്ല, കോമ്പോ എന്ന് വെച്ചാൽ ചെറിയൊരു സീനായിരുന്നു. നല്ലതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നേരത്തെ അനാർക്കലി പറഞ്ഞിട്ട് ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പോൾ പുള്ളി എന്ത് കൊടുത്താലും പുള്ളിക്ക് അങ്ങനെ വലിയൊരു സംശയമൊന്നുമില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ജോമോനായിരുന്നു കുറച്ചുകൂടി. ജോമനോട് പറഞ്ഞു എന്നിട്ട് നമുക്ക് പരിപാടിയിലേക്ക് കിളി. ഇപ്പോൾ നമ്മൾ വിചാരിച്ചേക്കാളും ഭയങ്കര പാവമാണ് പുള്ളി. ഒരു 10 മില്യൺ ഫോളോവറുള്ള ഒരാൾ വരുന്ന എല്ലാ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, അത് കൊളാബ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ